അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1514 സൂറത്തുൽ ഇസ്രാ 82-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിലൂടെ നാം അവതരിപ്പിക്കുന്നത്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അക്രമികൾക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും ഖുർആൻ വർദ്ധിപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ അധ്യായത്തിലൂടെ നേരത്തെ വളരെ പ്രധാനപ്പെട്ട ചിന്തകളും വിശ്വാസങ്ങളും കർമ്മരംഗത്തൊക്കെ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ ഉണർത്തിയിരുന്നു. ആരാധ്യനായ അള്ളാഹുവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവൻ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിഷ്കർഷിക്കുന്ന കൽപ്പനകൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും അനുബന്ധ കാര്യങ്ങളും, പുനർജന്മം സാധ്യമാണെന്നും ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം വരാനുണ്ടെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം നിർവചിക്കപ്പെടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ വിശ്വാസരംഗത്ത് ഒരു മനുഷ്യൻ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉണർത്തിയതിനു ശേഷം നിസ്കാരം നിലനിർത്താനും അതുമായി ബന്ധപ്പെട്ടുള്ള ആധ്യാത്മിക വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സന്ദേശങ്ങൾ അല്ലാഹു തആല കഴിഞ്ഞ സൂക്തങ്ങളിലൂടെ നൽകി. ആ കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവത്തിൽ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു തആല തുടർന്നു പറയുകയാണ്, വിശുദ്ധ ഖുർആൻ ശിഫയും കാരുണ്യവുമാണ്, ശമനവും കാരുണ്യവുമാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും അതേപോലെ തന്നെ കാരുണ്യവുമായിട്ടുള്ള സംഗതിയാണ് ഖുർആനിലൂടെ നാം അവതരിപ്പിക്കുന്നത് എന്ന്. അപ്പൊ ഇവിടെ ശമനം എന്ന് പറയുന്ന കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വിശുദ്ധ ഖുർആൻ ഫജമീഉൽ ഖുർആൻ ശിഫാഉൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ മുഴുവനും സത്യവിശ്വാസികൾക്ക് ശമനമാണ്. അതെന്താണ്? ഒന്ന് ആത്മീയ രോഗങ്ങൾ, മറ്റൊന്ന് ശാരീരിക രോഗങ്ങൾ. ഈ രണ്ട് രോഗങ്ങൾക്കും ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ആത്മീയ രോഗങ്ങൾക്ക് ശമനമാണ് എന്ന് പറഞ്ഞത് വ്യക്തമാണ്. കാരണം എന്താ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രോഗം വരിക എന്ന് പറഞ്ഞാൽ വിശ്വാസരംഗത്ത് അവൻ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായ, തെറ്റായതും സത്യവിരുദ്ധവുമായതുമായിട്ടുള്ള കാര്യങ്ങളെ നെഞ്ചേറ്റുക എന്നതാണ് അവിടുത്തെ രോഗം കൊണ്ട് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ ചിന്താഗതികളിൽ നിന്നും മനുഷ്യനെ മാറ്റി തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ട ശരിയായ വിശ്വാസങ്ങൾ, ആരാധനാ സംബന്ധമായും പ്രവാചകത്വ സംബന്ധമായും പുനർജന്മ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടും അതുപോലെ വിധി നിയമങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരാൾ ഉൾക്കൊള്ളേണ്ട ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിശുദ്ധ ഖുർആൻ കൃത്യമായി സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക രംഗത്ത് മനുഷ്യനെ ബാധിക്കുന്ന തെറ്റായ ചിന്താഗതികളിൽ നിന്ന്, മോശമായ അഭിപ്രായഗതികളിൽ നിന്ന് മുഴുവനും അവരെ മാറ്റി ശരിയായ ചിന്തയും വിശ്വാസവും അവരുടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രോഗങ്ങളിൽ നിന്ന് ഖുർആൻ ശമനമാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യം വളരെ വ്യക്തമാണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ
ശരിയും അതേപോലെ സുതാര്യവുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, മോശമായതും തെറ്റായതുമായിട്ടുള്ള രീതികൾ സ്വീകരിക്കുക എന്നീ സ്വഭാവങ്ങളെ വെച്ച് വിലയിരുത്തിയാൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വഭാവങ്ങൾ അതേറ്റവും ഫലപ്രദവും മനുഷ്യന് അങ്ങേയറ്റം വിപ്ലവകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതുമായിട്ടുള്ള സ്വഭാവങ്ങൾ ഖുർആൻ സംഭാവന ചെയ്യുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ വിശ്വാസരംഗത്താവട്ടെ സ്വഭാവരംഗത്താവട്ടെ ആത്മീയമായി മനുഷ്യനെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന എല്ലാ ചിന്താഗതികളിൽ നിന്നും അവരെ മാറ്റി തൽസ്ഥാനത്ത് നന്മയും ശരിയും പ്രതിഷ്ഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാം വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. ഇനി രണ്ടാമത് പറഞ്ഞത് ശാരീരിക രോഗങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ എന്നതല്ലേ. അതെങ്ങനെയാ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ കൗനുഹു ശിഫാഅൻ മിനൽ അംറാദിൽ ജിസ്മാനിയ, ശാരീരിക രോഗങ്ങൾക്ക് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ശമനമാവുക? ഫലി അന്ന തബറുക ബിഖിറാഅതിഹി യദ്ഫഉ കസീറൻ മിനൽ അംറാദ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം മുഖേന അനുഗ്രഹം തേടുക എന്നത് ഒട്ടനവധി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വഴിയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അത് ഓതി മന്ത്രിക്കുന്നതുമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും അതുകൊണ്ട് വലിയ ഫലപ്രദമായിട്ടുള്ള രീതികൾ ഉണ്ടാകുന്നുണ്ടെന്നും എല്ലാവരും സമ്മതിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മല്ലം യസ്തശ്ഫി ബിൽ ഖുർആനി ഫലാ ശഫാഹുല്ലാഹു തആല, ആരെങ്കിലും ഖുർആൻ കൊണ്ട് ശമനം തേടുന്നില്ലെങ്കിൽ അവൻ അല്ലാഹു ശമനം നൽകാതിരിക്കട്ടെ എന്ന്. അപ്പൊ ഖുർആനിനെ രോഗശമനത്തിനുള്ള ഉപാധിയായി സ്വീകരിക്കുക എന്നത് അത് വിശ്വാസികൾ എല്ലാ കാലത്തും കൊണ്ട് നടന്നിട്ടുള്ളതും അവർ കൊണ്ട് നടക്കേണ്ടതുമായിട്ടുള്ള ശരിയായ ഒരു നിലപാടാണ് എന്ന് കാണാം. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ, മഹാന്മാരായ സ്വഹാബത്ത്, രോഗാതുരമായിട്ടുള്ള വിഷയങ്ങളിൽ വിഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ രോഗം സുഖമാവാൻ മന്ത്രിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തതും, ബോധം പോയിട്ടുള്ള ഒരു ഗോത്രത്തലവന് ബഹുമാനപ്പെട്ട സഹാബിമാർ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച് അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കിട്ടിയതടക്കമുള്ള സംഭവങ്ങൾ അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ വിശദമായി തന്നെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം മുഖേന രോഗശമനം എന്ന് പറയുന്നത് അത് ഓതി മന്ത്രിക്കുന്നത് കൊണ്ടും ഏലസ ആയി കെട്ടുന്നത് കൊണ്ടും അതേപോലെ പാത്രത്തിൽ എഴുതി കുടിക്കുന്നത് കൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള മഹത്തായ നേട്ടങ്ങൾക്ക് വേദിയൊരുക്കാനുള്ള അവസരമുണ്ടാകുമെന്ന് സവിസ്തരം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഏലസ് കെട്ടുന്നതും അതേപോലെ തന്നെ പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കുന്നതും അടക്കം മന്ത്രിച്ച് ഊതുന്നതുൾപ്പെടെ എല്ലാ സംഗതികളും നമ്മളത് ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ടാണോ അത് ഫലപ്രദമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് ബാഹ്യമായ രോഗങ്ങൾക്കുള്ള ശമനവും ആത്മീയമായ നമ്മുടെ ചിന്താഗതികളിൽ വരുന്ന വ്യതിയാനങ്ങൾക്കുള്ള പരിഹാരവും വിശുദ്ധ ഖുർആൻ മുഖേന അല്ലാഹു തആല നൽകുന്നുണ്ട്. ഇതിന് വിരുദ്ധമായി ഏലസുമായി ബന്ധപ്പെട്ടും മന്ത്രവുമായി ബന്ധപ്പെട്ടും ഉറുക്കുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന തെറ്റായ ചിന്താഗതികളും പ്രചരണങ്ങളും അതൊന്നും വാസ്തവത്തിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത തെളിവുകളെ അപൂർണമായി വ്യാഖ്യാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ് എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണം, ഏലസുകൾക്കെതിരെ മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശറക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ ശിർക്ക് ചെയ്തു എന്ന് തുടങ്ങിയിട്ടുള്ള ചില ഹദീസുകൾ, മന്ത്രവും അതേപോലെ തന്നെ ഏലസും ഒക്കെ ശിർക്കിന്റെ പരിധിയിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന ചില പ്രയോഗങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ ശരിയായ കോണ്ടക്സ്റ്റിൽ വായിക്കാതെ അതിനെ ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് ആഴത്തിൽ പഠിക്കാത്തതിന്റെ പേരിൽ എല്ലാത്തിനെയും നിരാകരിക്കുന്ന ഒരു അപകടം സമൂഹത്തിൽ ചില ആളുകളിലെങ്കിലും കടന്നു വരുന്നുണ്ട് എന്നതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഏലസുകളെ അതേപോലെ തന്നെ മന്ത്രങ്ങളെ എതിർത്തതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാം. എന്നാൽ ആ പറയുന്നത് മുഴുവനും ശിർക്കിന്റെ കണ്ടന്റുകളുള്ള മന്ത്രങ്ങളും അതേപോലെ ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങൾ പ്രതിഫലിപ്പിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രമാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നും ജീവിത രീതിയിൽ നിന്നുമൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ടോ അല്ലെങ്കിൽ അറിയപ്പെട്ട ദിക്റുകൾ കൊണ്ടൊക്കെയുള്ള മന്ത്രങ്ങൾ
അതേപോലെ ഏലസുകൾ, ഇതൊന്നും തന്നെ അപ്പറഞ്ഞ തെറ്റായ ശിർക്കിന്റെ പരിധിയിൽ വരുന്ന സംഗതികളല്ല എന്നുകൂടി ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ വ്യാഖ്യാനം വിശദീകരിച്ച് നമ്മൾ വായിച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഒരു സത്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉറക്കിൽ നിന്ന് എന്തെങ്കിലും കണ്ട് ഭയപ്പെട്ടാൽ ചൊല്ലേണ്ട ദിക്റുകൾ തന്റെ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് പഠിക്കാനായവർക്ക് മനഃപ്പാടമാക്കി കൊടുക്കുകയും അല്ലാത്തവർക്ക് വേണ്ടി അത് കടലാസിൽ എഴുതിയിട്ട് കഴുത്തിൽ കെട്ടുകയും ചെയ്തിരുന്നുവെന്ന് സഹാബത്തിന്റെ സ്വഭാവം പഠിപ്പിക്കുന്നുണ്ട്. മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക എന്ന് പറയുന്ന ആ ഹദീസൊക്കെ മനസ്സിലാക്കിയ സ്വഹാബത്ത് തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ മൻ അല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക, ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നത് കോമണായി എല്ലാ ഏലസിനെ കുറിച്ചുമല്ല, മറിച്ച് ശിർക്കിന്റെ കണ്ടന്റുകളുള്ള ഏലസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് തെറ്റ് തന്നെയാണ്. ആർക്കാണതിൽ തർക്കമുള്ളത്? അപ്പൊ ഇவ்விധത്തിൽ വിശദീകരിച്ചു മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ മനസ്സിലാക്കാനുള്ള സന്മനസ്സില്ലാതെ കണ്ടതിനെല്ലാം അന്ധവിശ്വാസത്തിന്റെ പേരിൽ എതിർത്ത് തോൽപ്പിച്ച് ഞങ്ങളെന്തൊക്കെയോ ആണ് എന്ന് വരുത്താനുള്ള ഒരു തെറ്റായ ശ്രമം ചില സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് വല്ലാത്തൊരു എടുത്തുചാട്ടമാണ്, അപക്വമായ നിലപാടാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ മന്ത്രിക്കുകയാണെങ്കിൽ മന്ത്രത്തെ നിബിധങ്ങളെ എതിർത്തുണ്ട്. എന്നാൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ മന്ത്രിച്ചു ഞാൻ എന്ന് പറയുമ്പോൾ ഏതാണ് നിങ്ങളുടെ മന്ത്രം എന്ന് റസൂലിനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മന്ത്രം തന്നെ തെറ്റാണെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥമല്ല, ഏലസ് തന്നെ തെറ്റാണെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വിഷയത്തെ കൃത്യമായി വിലയിരുത്താനും നിർണ്ണയിക്കാനുമുള്ള ആ ഒരു അറിവ് നേടുക, അതിനുവേണ്ട ആർജവം ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള മന്ത്രം, അതേപോലെ തന്നെ ഏലസ്, അതുപോലെ തന്നെ പിഞ്ഞാണം എഴുതി കുടിക്കൽ തുടങ്ങിയിട്ടുള്ള മുസ്ലിം ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ശൈലികളെല്ലാം തന്നെ അത് ഇസ്ലാമികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് ജാഹിലീയത്തിന്റെ മന്ത്രങ്ങളും അതേപോലെ തന്നെ ഷിർക്കിന്റെ കണ്ടന്റ് ഉള്ളതുവയുമൊക്കെ അത് അങ്ങേയറ്റം ആക്ഷേപാർഹവും അതുമായി വിശ്വാസികൾ ബന്ധപ്പെടാൻ പാടില്ലാത്തതുമാണ് എന്ന് കൃത്യമായി രണ്ട് കാര്യങ്ങളെ വിവേചിച്ചു മനസ്സിലാക്കാനുള്ള ഒരവസരം നമുക്കതുകൊണ്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ഈ വിശുദ്ധ ഖുർആൻ അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് സ്വീകരിക്കൽ എല്ലാ മനുഷ്യരുടെയും ബാധ്യതയും കടമയുമാണ്. എന്നാൽ സത്യനിഷേധികൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് പാകപ്പെടില്ല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരാകരിക്കാനും അവൻ വിരോധിച്ച കാര്യങ്ങളെ കൈയൊഴിക്കാൻ തയ്യാറാകാതിരിക്കുന്നതിലൂടെയൊക്കെ കടുത്ത കൃത്യവിലോപവും കുറ്റവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഖുർആനിന്റെ ഓരോ ആശയങ്ങളും പരലോകത്ത് അത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവർക്ക് വലിയ നഷ്ടം അവരുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഖുർആൻ അവർക്ക് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ ആ ഖുർആനിന്റെ ഗുണഫലം ഉൾക്കൊള്ളാൻ പറ്റുന്ന സത്യവിശ്വാസത്തിന്റെ ശരിയായ ചൂടും ചൂരുമുള്ള വിശ്വാസങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം തന്നെയും അതോടൊപ്പം തന്നെ ആ ഖുർആൻ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയും ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസരംഗത്ത് ഉണ്ടാകേണ്ട ശരിയായ നിലപാട് നിലനിർത്താനുള്ള നിർബന്ധ ബുദ്ധിയുമൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഖുർആനിന്റെ കാരുണ്യത്തെ ശരിയായി പ്രാക്ടിക്കലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.